30-35,000 റേഞ്ചിൽ നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണോ? എന്നാൽ നിങ്ങൾ തിരക്ക് പിടിച്ച് ഇപ്പോൾ ഒരു മൊബൈൽ ഫോണൊന്നും നോക്കണ്ട. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം ഏപ്രിലിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൊബൈൽ ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. മേ ബി ഇതിലേതെങ്കിലും ഒരു ഫോണ് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ ഫോൺ ആയിരിക്കാം. ഒരുപാട് മൊബൈൽ ഫോണുകൾ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. OnePlusന്റെ, മോട്ടോൻ്റെ, സാംസങ്ങിൻ്റെ, ടെക്നോ, ഇൻഫിനിക്സ്, അങ്ങനെ ഒരുപാട് മൊബൈൽ ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിലെ കുറച്ച് മൊബൈൽ ഫോണുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ മൊബൈൽ ഫോണാണ് OnePlus Nord CE4 എന്ന് പറയുന്നത്. ഈ ഒരു OnePlusന്റെ മൊബൈൽ ഫോണുകളൊന്നും നിരാശപ്പെടുത്താറില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു മൊബൈൽ ഫോൺ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. AMOLED ഡിസ്പ്ലേയും 7 Gen 3 പ്രോസസ്സറോട് കൂടിയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. 5000 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ടഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 60 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓവറോൾ നല്ല ഒരു സ്പെക്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു OnePlus Nord CE4 എന്ന് പറയുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 25,000 മുതൽ 30,000 രൂപയ്ക്ക് ഇടയിലാണ് വരുന്നത്. ഏപ്രിൽ 1 തീയതിയാണ് ഇതിൻ്റെ ലോഞ്ച് ഇവർ പറയുന്നത്. അടുത്തതായിട്ട് ഇൻഫിനിക്സിൻ്റെ ഭാഗത്തു നിന്നും ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോണാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇൻഫിനിക്സ് Note 40 Pro എന്ന് പറയുന്നത്. ഇതൊരു സ്പെഷ്യൽ ഫോൺ തന്നെ ആയിട്ടാവും ഇവർ ലോഞ്ച് ചെയ്യുന്നത്. കാരണം 20,000 രൂപയ്ക്ക് താഴെ ആയിട്ട് ഒരു വയർലെസ് ചാർജിങ് വരെ സപ്പോർട്ടഡ് ആയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. അതും 20 വാട്ടിൻ്റെ. മിക്ക മൊബൈൽ ഫോണുകളിലും വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ളത് 15 വാട്ടാണ്. ഇത് 20,000 രൂപയ്ക്ക് താഴെ, അതും 20 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ സ്പെക്സ് നോക്കുന്ന സമയത്ത് 6.78 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് വരുന്നത്. 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 3D കർവഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ LED ഡിസ്പ്ലേയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. MediaTek Dimensity 7020ൻ്റെ പ്രോസസ്സറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡുവൽ സ്പീക്കേഴ്സ് വിത്ത് JBL സൗണ്ടോട് കൂടിയിട്ടാണ് ഇതിൽ വരുന്നത്. AI ലൈറ്റിംഗ് ആക്റ്റീവും ഹാലോ ഡിസൈനും IP53 സ്പ്ലാഷ് പ്രൂഫും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും 20 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ടഡ് ആണ്. അടുത്ത മാസം അവസാനമായിട്ടായിരിക്കും ഈ ഒരു മൊബൈൽ ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ടാവുക. അടുത്തൊരു മൊബൈൽ ഫോണാണ് മോട്ടോ എഡ്ജ് 50 Pro എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു മൊബൈൽ ഫോൺ തന്നെ ആയിരിക്കും നമ്മുടെ മോട്ടോ ഇപ്രാവശ്യവും ഇറക്കാൻ പോകുന്നത്. കാരണം നല്ലൊരു സ്പെക്സും കാര്യങ്ങളൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട്. ഒരു പ്രതീക്ഷിക്കാവുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും ഈ മോട്ടോ എഡ്ജ് 50 Pro എന്ന് പറയുന്നത്. 7 Gen 3 പ്രോസസ്സറോട് കൂടിയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരിക. സെയിം നമ്മുടെ മുന്നേ പറഞ്ഞിട്ടുള്ള OnePlus Nord CE4ൻ്റെ സെയിം പ്രോസസ്സറാണ് ഇതിലും കൊടുത്തിട്ടുണ്ടാവുക. 44 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും 125 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ടഡ് ആയിരിക്കും. ബാറ്ററി 4500 mAh ആണ് കൊടുത്തിട്ടുള്ളൂ. ബാറ്ററി ഒരു 5000 അല്ലെങ്കിൽ 5000ന് മുകളിലൊക്കെ ആവായിരുന്നു. ഇതും ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഏകദേശം 30,000 രൂപയ്ക്ക് താഴെയായിട്ടായിരിക്കും. ഏപ്രിൽ 3 തീയതി ആയിട്ട് ഈ ഒരു മൊബൈൽ ഫോൺ ലോഞ്ച് ആവുന്നുണ്ട്. ഇതായിട്ട് സാംസങ് കാറ്റഗറിയിൽ വരുന്ന സാംസങ് M സീരീസിൽ വരുന്ന M55 ആണ് മൊബൈൽ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. എന്തായാലും M55 അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പെക്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷിക്കാവുന്ന ഐറ്റം കൂടി ആയിരിക്കും നമ്മുടെ M55 എന്ന് പറയുന്നത്. ഈ ഒരു മൊബൈൽ ഫോൺ 35,000 രൂപയ്ക്ക് താഴെയാണ് വില ഏകദേശം വരുന്നത്. 6.78 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. 64 MBയുടെ മെയിൻ ക്യാമറയും 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും 6000 mAh ബാറ്ററിയും സ്ഥിരം സാംസങ് മൊബൈൽ ഫോണിൽ കൊടുക്കുന്ന 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ടഡ് ആയിട്ട് വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 1 പ്രോസസ്സറോട് കൂടിയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. ടെക്നോ എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോൺ ബ്രാൻഡ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൊബൈൽ ഫോണാണ്. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന പുതിയൊരു മൊബൈൽ ഫോണാണ് ടെക്നോ Povo 6 Pro എന്ന് പറയുന്നത്. നല്ലൊരു ബാറ്ററി ബാക്കപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 6000 mAh 70 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ടഡ് ആണ്. Dimensity 6080 പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 6.8 ഇഞ്ചിൻ്റെ AMOLED ഫുൾ HD ഡിസ്പ്ലേയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയോട് കൂടിയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു ടെക്നോ Povo 6 Pro എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പോക്കോ F6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ഫോണാണ് ലോഞ്ച് ചെയ്യാൻ വരുന്നത് ഇന്ത്യയിൽ. 8 Gen പ്രോസസ്സറോട് കൂടിയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നു എന്ന ചില റൂമറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
ഈ ഒരു മൊബൈൽ ഫോൺ ഗെയിമിങ്ങിൻ്റെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് പോക്കോ F6 വരുന്നത്. 30,000 രൂപയ്ക്ക് താഴെ ആയിട്ടായിരിക്കും ഈ ഒരു ഗെയിമിംഗ് മൊബൈൽ ഫോൺ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഗെയിമിംഗ് കളിക്കുന്നവർക്ക് ഈ ഒരു മൊബൈൽ ഫോൺ നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും. അടുത്ത മാസം പകുതിയോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു മൊബൈൽ ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും 5000 mAh ബാറ്ററി ബാക്കപ്പും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ടഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വിവോ കാറ്റഗറിയിൽ വരുന്ന വിവോ T3X എന്ന് പറയുന്നത് T3 ഓൾറെഡി ലോഞ്ച്ഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോണാണ്. ഇതിൻ്റെ കുറച്ചുകൂടി കുറഞ്ഞ ഒരു വേർഷനാണ് T3X എന്ന് പറയുന്നത്. ഫുൾ HD AMOLED ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 5000 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പറയത്തക്ക രീതിയിലുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു സ്പെക്സും കാര്യങ്ങളും ഒന്നും തന്നെ ഈ ഒരു മൊബൈൽ ഫോണിന് വരുന്നില്ല. എന്നാലും പ്രൈസ് റേഞ്ച് വളരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഒരു വിവോ T3X എന്ന് പറയുന്ന മൊബൈൽ ഫോൺ. ഇനിയും ഒരുപാട് മൊബൈൽ ഫോണുകൾ നമ്മുടെ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാ മൊബൈൽ ഫോണുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ പോരാതെ വരും, ഒരുപാട് ലെങ്തി ആവും. അടുത്തായിട്ട് ഷാമിയുടെ റെഡ്മി K70 സീരീസിലുള്ള മൊബൈൽ ഫോണുകൾ വരുന്നുണ്ട്. ഇത് ഏപ്രിലായിട്ട് 24-ാം തീയതി ആയിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു മൊബൈൽ ഫോൺ 30,000 രൂപയ്ക്ക് താഴെയൊക്കെ ആയിട്ട് പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. OnePlusൻ്റെ Ace 20 വരുന്നുണ്ട്. ഇതും ഏപ്രിൽ ലാസ്റ്റ് ആയിട്ടായിരിക്കും ലോഞ്ച് ചെയ്യുന്നുണ്ടാവുക. 35,000 രൂപയ്ക്ക് താഴെയായിട്ടാണ് വില വരുന്നത്. അതുപോലെ തന്നെ ഓപ്പോ A2, റിയൽമി V50 സീരീസ് വരുന്നുണ്ട്, ഹോണർ X8 വരുന്നുണ്ട്, അതുപോലെ തന്നെ സാംസങ് ഗാലക്സി A50, IQ00Z8 വരുന്നുണ്ട്, ഇൻഫിനിക്സിൻ്റെ 030. അങ്ങനെ ഇനിയും ഒരുപാട് മൊബൈൽ ഫോണുകൾ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് മൊബൈൽ ഫോണാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ താഴെ കമൻ്റായിട്ട് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.